അതൊന്നും സാരില്ല ദീപേട്ട. വെളുപ്പിന് 3:30 കഴിഞ്ഞപ്പോഴാ ദീപേട്ടൻ ഉറങ്ങി. പിന്നെ മനുഷ്യൻ ഉറങ്ങണ്ടേ? ഞാൻ ഉറങ്ങിയത് വെളുപ്പിന് 3 മണിക്കോ? അതെ, ആ സമയത്ത് ഞാൻ ഫോണിൽ നോക്കി. കൃത്യം 3:35. ഞാൻ ഇവിടെ വന്ന് 10 മിനിറ്റ് അങ്ങ് ഉറങ്ങിപ്പോയല്ലോ. ഒരു തുള്ളി വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടെന്താ ഒന്നും ഓർക്കാൻ പറ്റാത്തെ? എന്നെ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല ദീപു. ഇങ്ങനൊരു കുട്ടിക്കുറുമ്പൻ. പകല് കാണുന്ന ആള് വല്ലതും ആണോ ദീപേട്ടൻ? എനിക്കെന്താ പറ്റിയത്? ഒന്നും ഓർമ്മയില്ലല്ലോ. ഇവിടെ എന്തൊക്കെയായി പറയുന്നേ? കാട്ടാന കരിമ്പൻ തോട്ടത്തിൽ കയറിയതുപോലെ ആയിരുന്നു. എന്താ ഒരു ബഹളം. ദീപേട്ടൻ ഇത്രയും പെൺകുട്ടികളുമായിട്ട് അടുപ്പുണ്ടായിരുന്നു പറഞ്ഞപ്പോഴേ ഞാൻ തന്നെ നക്ഷത്രം എണ്ണിപ്പോയി. പാർവതി, സുസ്മിത, അശ്വതി, മരിയ, സുനിത. അല്ല, അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞോന്നോ? എന്തൊക്കെ കഥകളാ പറഞ്ഞേ? ഏതോ ഒരു കുട്ടിയുടെ ആങ്ങളമാരെല്ലാരും കൂടി എടുത്തിട്ട് അലക്കിയ കാര്യം വരെ എന്നോട് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിന്റെ ആ ഒരു ത്രില്ലില് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. തൊടരുത്. ഞാൻ കുളി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ ദീപേട്ട. ഇനി എന്തെല്ലാം പരിപാടികളുണ്ടെന്ന് അറിയോ? എന്ത് പരിപാടി? പൂജാമുറിയിൽ വിളക്ക് കൊളുത്തണം, തുളസിത്തറയിൽ വിളക്ക് വെച്ച് വലം വെക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം. അത് കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ജ്ഞാനപ്പാന, ശിവപഞ്ചാക്ഷരി. പ്രാർത്ഥനകൾ അങ്ങനെ കിടക്കുകയല്ലേ. എന്നാ പിന്നെ വല്ല അമ്പലത്തിൽ പോയി ഭജന ഇരുന്നാ പോരെ? എന്തിനാ കല്യാണം കഴിക്കുന്ന? നിന്നെ ഇട്ട് ഞാൻ വട്ടം ചുറ്റിക്കും. ഇന്നലെ രാത്രി ഉറക്ക ഗുളിക തന്നെ ഉറക്കിയതുപോലെ ഇന്നും ഞാൻ ഓർക്കും. എന്റെ ദേഹത്ത് തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് കുറയ്ക്കോ? അയ്യോ ദീപേട്ട, പ്രാർത്ഥനയല്ലേ പ്രധാനം. ഫാമിലി ലൈഫിനൊക്കെ രാത്രി സമയം കിടക്കുകയല്ലേ.